2025 IPLിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടുവെങ്കിലും മത്സരത്തിലെ ബോളിംഗ് പ്രകടനം താരതമ്യേന മികച്ചത് തന്നെയായിരുന്നു. മുൻ സീസണുകളിലെ ദൗർബല്യമെല്ലാം മറികടന്നുകൊണ്ട് ബുംറ ഇല്ലാതെ തന്നെ ഒരു മികച്ച ബോളിംഗ് ലൈനപ്പിനെയാണ് മുംബൈ ഒരുക്കിയത്. മുൻ സീസണുകളിലെല്ലാം ബുംറ ഇല്ലാത്ത പക്ഷം മൊനയൊടിഞ്ഞ ബോളിംഗ് നിരയായിരുന്നു മുംബൈക്ക്. എന്നാൽ ഈ സീസണിൽ ബുംറ കൂടെ എത്തുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന സാഹചര്യമുണ്ട്. എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് സ്കൗട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറയുന്ന ഒരു സൂപ്പർ താരത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത്. മലയാളി താരമായ വിഘ്നേഷ് പുത്തൂർ. 24-കാരനായ വിഘ്നേഷ് IPLിന്റെ തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ വൻ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മത്സരത്തിൽ 3 നിർണായക വിക്കറ്റുകളാണ് വിഘ്നേഷ് നേടിയത്. 4 ഓവറിൽ 32 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ നേടിയെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിൽ ചെന്നൈയുടെ ജയം എളുപ്പമാക്കാതിരുന്നതും വിഘ്നേഷിന്റെ ഇതേ സ്പെല്ല് തന്നെയാണ്. അതിനേക്കാളുപരി മുംബൈ ഇന്ത്യൻസിന്റെ സ്കൗട്ടിംഗ് ബലത്തിൽ മാത്രമാണ് വിഘ്നേഷ് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയത്. കാരണം കേരള സ്റ്റേറ്റ് ടീമിന് വേണ്ടി ഒരു മത്സരം പോലും കളിക്കാതെയാണ് താരം IPLിൽ അരങ്ങേറിയിട്ടുള്ളത്. അതിനേക്കാളുപരി കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റൈഫിൾസിന്റെ ഭാഗമായിരുന്നു ആദ്യ സീസണിൽ. അവിടെ നിന്നാണ് പിന്നീട് IPLിലേക്ക് എത്തിയത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറവ് സ്പിൻ വിഭാഗക്കാരുള്ളത് ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗം വിഘ്നേഷ് പുത്തൂറിനെ ശ്രദ്ധിക്കാൻ കാരണവും. 2025 IPL അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യൻ ടീമിലേക്ക് എത്താവുന്ന സാധ്യത വരെയാണ് വിഘ്നേഷ് ആദ്യ മത്സരത്തിലൂടെ തുറന്നിരിക്കുന്നത്. മത്സരശേഷം ധോനി വരെ അഭിനന്ദിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അത്യുഗ്രമായ തുടക്കം വിഘ്നേഷിന് ലഭിച്ചു. വരും മത്സരങ്ങളിൽ ഇതിലും ഇമ്പാക്റ്റിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ആരാധകർക്ക് മുന്നിൽ വിഘ്നേഷ് നൽകുന്നുണ്ട്.